നമ്മൾ മോട്ടർ കറക്റ്റായിട്ട് കറങ്ങാൻ വേണ്ടി നമ്മൾ 2 സെറ്റ് മിനിമം ഫേസുകൾ കൊടുക്കും, അല്ലെങ്കിൽ 2 സെറ്റ് കറണ്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് 2 സോഴ്സ് 1 സോഴ്സ് 2 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോഴ്സുകൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതെന്താണെന്നുള്ളത് വിശദമാക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതിൽ വേറെ സംഭവിക്കാൻ വേറൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ നോർത്ത് പോളാണ്, ഇതിലും നോർത്ത് പോളാണ്. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇവിടെ നോർത്ത് പോളാവും, അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു സൗത്ത് പോളാവും. അപ്പോൾ ഈ നോർത്ത് പോൾ അങ്ങോട്ട് അട്രാക്റ്റ് ആയി പോകും. അതേ പരിപാടി തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ സൗത്ത് പോൾ ഉണ്ടായിട്ട് റിപ്പല്ലിങ് നടക്കും. ഇവിടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോർത്ത് പോൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇവിടെ ഈ ബ്ലൂ കാണുന്നത് റിപ്പല് ചെയ്യാനുള്ള പരിപാടിയും ചെയ്യും, ഇവിടെ അട്രാക്റ്റ് ചെയ്യാനുള്ള പരിപാടിയും ചെയ്യും. അപ്പോൾ ഇവിടുന്ന് തള്ളും കിട്ടും, ഇവിടുന്ന് വലിയും കിട്ടും. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ആ ഒരു അച്ചുതണ്ട് കിടന്ന് കറങ്ങാൻ തുടങ്ങും. അതാണ് ഒരു മോട്ടറിൻ്റെ യഥാർത്ഥ പരിപാടി. അപ്പോൾ അതിൻ്റെ കറക്കം 4 പൊസിഷൻസായിട്ട് ഇങ്ങനെ കാണിച്ചു വെക്കണ്ടില്ലേ. നോർത്ത് ഇപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നു, ക്ലോക്കിന് എതിർ ദിശയിൽ കറങ്ങുന്ന ഒരു രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും കറക്കാം മോട്ടർ. ഓക്കെ, ഇവിടെ സൗത്ത് പോൾ ഉണ്ടായി, ഇവിടെ നോർത്ത് പോളാണ്. അപ്പോൾ ഇത് തമ്മിൽ അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ സൗത്ത് പോൾ കട്ടായിട്ട് ഇവിടെ ഒരു സൗത്ത് പോളാണ്. അപ്പോൾ ഈ ആരോ എന്നുള്ളത് ഇങ്ങോട്ട് നീങ്ങുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അട്രാക്ഷണൽ രീതിയിൽ വരുന്നു മനസ്സിലാക്കാം. അതായത് ഇവിടെ സൗത്ത് പോൾ ഇല്ലാണ്ടാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നോർത്ത് പോൾ ആവുകയും ചെയ്യും. അതെല്ലാം വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നൊന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് അങ്ങനെ പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിൽ സൗത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിൽ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഗ്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആംഗിൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഓരോ പൊസിഷൻസ് അറിയാൻ വേണ്ടി ഇത്ര ഡിഗ്രി എന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഗ്രാഫ് പോലെ വരച്ചേക്കണം. 0 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 135, 180 എന്നൊക്കെ പറഞ്ഞ് കാണിച്ചേക്കുന്ന ഡിഗ്രി ഓരോ പൊസിഷൻസ് അത് വെച്ചാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഓരോ പൊസിഷനിലും നമ്മൾ കറണ്ടിൻ്റെ വാല്യൂ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ നോർത്ത് പോൾ സൗത്ത് പോൾ മാറി വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ പോൾസ്, ഹൊറിസോണ്ടൽ പോൾസ് എന്ന് പറഞ്ഞ് 2 എണ്ണത്തിൻ്റെ ഗ്രാഫ് വരച്ചേക്കുന്ന രണ്ട് വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ വെർട്ടിക്കൽ ഇലക്ട്രോമാഗ്നറ്റ്സ്, ഹൊറിസോണ്ടൽ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഹൊറിസോണ്ടലും റെഡ് വെർട്ടിക്കലുമാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ കാണിച്ചേക്കുന്നത്. ആംഗിൾ വെച്ച് അതിലേക്ക് കൊടുക്കുന്ന കറണ്ടിൻ്റെ ഒരു വാല്യൂ ഇതേപോലെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ വരും. ഒരു സൈൻ വേവിൻ്റെ രൂപത്തിൽ കൂടിയും കുറഞ്ഞു വരുന്നതാണ് പൊതുവേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻസ് മാറുന്നത്. അപ്പോൾ ഈ ഗണത്തിൽപ്പെടുന്ന ഒരു മെയിൻ ആളാണ് ഇൻഡക്ഷൻ മോട്ടർ. നമ്മുടെ മിക്ക ഗൃഹോപകരണങ്ങളിലൊക്കെ ഇത് വരാറുണ്ട്. ഗൃഹോപകരണം എന്ന് പറഞ്ഞാൽ ഫാൻ പോലത്തെ കാര്യങ്ങളിലെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ പമ്പ് സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇൻഡക്ഷൻ മോട്ടർ പെടുന്ന വിഭാഗമാണ്. വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്ററും അതിൻ്റെ അകത്തെല്ലാം ഈ പറഞ്ഞ ഇൻഡക്ഷൻ മോട്ടർ ഇത് എക്കണോമിക്കലാണ്, വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം. കുറേ കാലമൊക്കെ നിൽക്കും. നല്ലൊരു സാധനം മേടിച്ചാൽ കുറേ കാലം നിൽക്കും. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലേക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ മോട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് 2 ഫേസ് അല്ലെങ്കിൽ 2 സോഴ്സുകളാണ് കറണ്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ ഈ 2 ഫേസ് വരുന്ന രീതിയിലാക്കിയെടുക്കും. അപ്പോൾ അതിനുവേണ്ടി കപ്പാസിറ്ററും ഇതൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻഡസ്ട്രിയൽ പർപ്പസ് ആകുമ്പോഴത്തേക്കും നമുക്ക് 3 ഫേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ കൂടുതൽ ആവശ്യം ആയതുകൊണ്ട് തന്നെ പവർ കൂടിയ ഇൻഡക്ഷൻ മോട്ടറുകൾ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ വലിയ മോട്ടറുകളും അതിൻ്റെ അകത്ത് അത് പമ്പിങ്ങും പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 പാർട്ടാണുള്ളത്, റോട്ടർ, സ്റ്റാർട്ടർ. അത് കറങ്ങുന്ന വിഭാഗത്തിന് റോട്ടർ എന്നും അല്ലാത്തതിന് സ്റ്റാർട്ടർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ അതുകൂടാതെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സാധനം പോൾസ് എന്ന് പറയും. നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം പോൾസാണല്ലോ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെഷീനിൽ 4 പോൾസാണുള്ളത്. 2 നോർത്ത് 2 സൗത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോൾസിൻ്റെ എണ്ണം നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു ഡിസൈൻ പാർട്ടിലൊക്കെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഈ മോട്ടറിൻ്റെ സ്റ്റാർട്ടറുകളിൽ നമ്മൾ കുറേ കട്ടിങ് പോലെ ഉണ്ട്, ഗ്രൂവ്സ് അല്ലെങ്കിൽ സ്ലോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ വൈൻഡിങ്സ് ഒളിപ്പിച്ച് വയ്ക്കും. ഇപ്പോൾ ഇവിടെ കാണുന്ന 2 കളറുള്ള വൈൻഡിങ്സ്, കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കളർ ഒരേതായിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് വരച്ചേക്കുന്നത്. ഇതിൽ 3 കളറുണ്ട്. അപ്പോൾ
ത്രീ ഫേസ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ മൂന്ന് തരം വൈൻഡിങ്ങുകളുണ്ടാവും. അതിലേക്ക് വരുന്ന സോഴ്സുകളും മൂന്നെണ്ണമായിരിക്കും. ടു ഫേസ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം സോഴ്സുകളായിരിക്കും. രണ്ട് തരം വൈൻഡിങ് ഉണ്ടാവും, അതിലേക്ക് രണ്ട് തരം സോഴ്സാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ വൈൻഡിങ്സ് ഇതിൻ്റെ പല സ്ലോട്ടുകളിലേക്ക് അതിൻ്റെ ശ്രദ്ധിച്ച് ഇതേപോലെ ഇങ്ങനെ ചെറുപറ വൈൻഡിങ്സാണ് കാണുന്നത്. പക്ഷെ നമ്മളറിയാതെ തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ കളർ ഒരേതാണ്, പക്ഷേ നമ്മളിതിൻ്റെ കുറേ പല പല വൈൻഡിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാം ഒന്നിച്ചിരിക്കുന്നതാണ്, എന്നാൽ പലതിലൂടെ സപ്ലൈ പോകുന്നത് പലതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ട് വരുന്നതിന് റോട്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഇത് റോട്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ റോട്ടറിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ കമ്പികൾ പോലത്തെയാണ് സെറ്റപ്പ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ലാമിനേറ്റഡ് ആയിട്ടുള്ള അയൺ കോർ വെച്ചാണ് വരുന്നത്. അതിൻ്റെ അകത്ത് വൈൻഡിങ്സ് ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ വൈൻഡിങ്സിന് പകരം ഇങ്ങനത്തെ റോട്ടർ ബാർസാണ് അതിൽ വൈൻഡിങ് പോലെ ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും എൻഡിൽ ഇങ്ങനെ രണ്ട് റിങ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിനെ എൻഡ് റിങ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള റോട്ടർ അല്ലാണ്ട് അകത്ത് വൈൻഡിങ് നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ടറിൽ കണ്ട അതേ വൈൻഡിങ് പോലെയുള്ള മോട്ടറുകളുണ്ട്. അപ്പോൾ അതിനെ വൗണ്ട് റോട്ടർ എന്ന് വിളിക്കും. ഇതിനെ സ്ക്വിറൽ കേജ് റോട്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു കൂട് പോലൊക്കെ അല്ലേ, കേജ് പോലൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവമാണ് അതിൻ്റെ ഇത് കാണുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഷാഫ്റ്റ്, അതിൻ്റെ ബ്ലേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇതിൽ കാണിച്ചൊക്കെ കാണാം. അപ്പോൾ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. അതിൻ്റെ അകത്ത് അങ്ങനെ സ്ലോട്ടുകളിൽ വൈൻഡിങ്സ് ചെയ്ത് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് A1 B1 C1 3 കളർ കാണാമല്ലോ. അപ്പോൾ പല പല കളർ ഇങ്ങനെ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലിങ്ങനെ നോർത്ത് പോൾ സൗത്ത് പോൾ ഇങ്ങനെ മാറി മാറി ക്രിയേറ്റ് ചെയ്യും. അതിൽ വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോയിൽസിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നത് ഓരോന്നും തമ്മിലുള്ളൊരു പല പല വ്യത്യാസമുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇതിലുണ്ടാകുന്ന കറണ്ട് വ്യത്യാസം അനുസരിച്ച് ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡും നേരെ പോയി നമ്മുടെ റോട്ടറിൽ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് കാരണം അതിൽ നോർത്ത് പോളും സൗത്ത് പോളും ഇതേപോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ കളറുള്ള വൈൻഡിങ്സിലെയും വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നോർത്ത് പോളും അതായത് ഇതിലും വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മുടെ ഓരോ വൈൻഡിങ്ങിൽ നോർത്ത് പോളും സൗത്ത് പോളും മാറും. ഈ പറഞ്ഞ ഈ ബ്ലൂവും ബ്രൗണും റെഡിലൊക്കെ ഉള്ള നോർത്ത് പോൾ സൗത്ത് പോളും വിത്തിൻ സെക്കൻഡ്സ് ആട്ടോ ഇത് നടക്കുന്നത്. നമ്മൾ ഓരോ മിനിറ്റ് എന്നുള്ള ആലോചിക്കണ പോലെ ഇത് വിത്തിൻ സെക്കൻഡ്സാണ് നടക്കുന്നത്. അപ്പോൾ അത് മാറുന്നതനുസരിച്ച് അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറും. അത് മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നതനുസരിച്ച് ഇതിലുണ്ടാകുന്ന ഇതായിട്ട് കട്ട് ചെയ്യുന്ന റോട്ടറായിട്ട് കട്ട് ചെയ്യുന്ന ആ സ്ക്വിറൽ കേജ് റോട്ടറാണ് അതിലായിട്ട് കട്ട് ചെയ്യുന്ന വ്യത്യാസം വരും. അതനുസരിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നോർത്ത് പോൾ സൗത്ത് പോൾ വരുന്ന മാറും. ഈ മാറ്റം കൃത്യമായിട്ട് ഇങ്ങനെ കറക്കം വരാനുള്ള രീതിയിൽ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കറക്കം വരാനുള്ള രീതിയിലായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവും, അതായത് ഈ B2-ലും ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവും. അപ്പോൾ ഇത് റിപ്പൽ ചെയ്ത് ഇവിടെ അതേ ടൈമിൽ സൗത്ത് പോൾ ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങോട്ട് നീങ്ങും. അങ്ങനെ അട്രാക്ഷനും റിപ്പൾഷനും ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നടന്ന് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങി വരും. അതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ രണ്ടും തമ്മിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നൊരു പരിപാടിയാണ് ഇതിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ റോട്ടർ എന്ന് പറഞ്ഞ സാധനം വിചാരിക്കണം ഇപ്പോൾ മറ്റേ അതായത് ഇപ്പോൾ ഇതിലുള്ള സൗത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ടെന്ന് വെച്ചോ, ഉണ്ടായിന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സൗത്ത് പോളായിട്ട് അട്രാക്ട് ചെയ്ത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ടായിന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സൗത്ത് പോളും നോർത്ത് പോളും അട്രാക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവൻ സൗത്ത് പോളായി മാറും. അപ്പോൾ ഇവൻ റിപ്പൾഷൻ ആവും, മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിക്കുന്നൊരു പരിപാടിയാണ് ഈ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ അകത്ത് നടക്കുന്നത്. അതായത് റോട്ടർ വിചാരിക്കും ഇപ്പോൾ അവൻ ഇപ്പോൾ നോർത്ത് പോൾ ഉണ്ടായ അവൻ പോയി സൗത്ത് പോളിനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ അവൻ പുറകെ ചെല്ലും, ഇവൻ മുമ്പോട്ടേ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൽ ഒരു മെയിൻ പരിപാടി. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൂടുതൽ ഈ ടൈപ്പ് മോട്ടറുകളാണ്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് പോൾസ് നമ്മൾ നോക്കാറുണ്ട്, എത്ര പോൾസ് ഉള്ള മോട്ടറാണെന്നൊക്കെ അങ്ങനെ നോക്കാറുണ്ട്. അതിൽ എത്ര പോൾ ക്രിയേറ്റ് ആകുമെന്നൊക്കെ നമ്മൾ നോക്കി വയ്ക്കും. ഇതുകൂടെ നമുക്ക് വൗണ്ട് റോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്ററിൽ വൗണ്ട് ചെയ്ത് റോട്ടറിലും വൈൻഡിങ്സ് ചെയ്യുന്നുണ്ട്. അത്ര വൈഡ്ലി ആയിരിക്കില്ല. ലാർജായിട്ടുള്ള ഒരു 3 ഫേസ് മോട്ടറിലൊക്കെ ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. അതിൽ വേറെ കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ എക്സ്ട്രാ വേണ്ടി വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടറിൻ്റെ അതേപോലത്തെ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ വൈൻഡിങ്ങും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്നിട്ടത് അതിൻ്റെ അകത്ത് സപ്ലൈ പുറത്തേക്ക് എടുക്കാൻ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത് വിശദമായിട്ട് ഏതെങ്കിലും വേറൊരു ഇതിൽ നമുക്ക് പറയാം, അതിൻ്റെ ആവശ്യം വരുമ്പോൾ പറയാം. ഇപ്പോൾ ഞാൻ സ്ക്വിറൽ കേജിൻ്റെ ഇതിൽ
തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. സ്ക്വിറൽ കേജാണ് കുറച്ച് കാശ് കുറവുള്ളൂ. മറ്റേ വൗണ്ട് റോട്ടർ എക്സ്പെൻസീവാണ്. പിന്നെ ഇങ്ങനെ സ്ലിപ്പ് റിങ്ങും ബ്രഷ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കാശ് കൂടുതലും. വൗണ്ട് റോട്ടർ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ വൈൻഡിങ്സ് ഒക്കെ ഉണ്ട്. മറ്റേതുപോലെ ബാർസ് അല്ല യൂസ് ചെയ്യുന്നത്, ഇത് റോട്ടറാട്ടോ. റോട്ടറിൻ്റെ അകത്ത് ഇതേപോലെ സ്ലോട്ടുകൾ കൊടുത്ത് നമ്മൾ സ്റ്റാർട്ടിൽ എങ്ങനെയാണ് അതേപോലെ സ്ലോട്ട് കൊടുത്ത് അതിൻ്റെ അകത്ത് വൈൻഡിങ്സ് ഉണ്ടാവും. അതും ഡിഫറെൻറ്റ് വൈൻഡിങ്സ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം സ്ലിപ്പ് റിങ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ സ്ലിപ്പ് റിങ്ങിൽ നിന്ന് ബ്രഷ് വഴി അതിൻ്റെ അകത്തേക്ക് സപ്ലൈ കണക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഇതിൽ കയറി വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതിനെ നമ്മൾ എക്സ്പെൻസീവായിട്ട് വരുന്നത്. കാരണം എക്സ്ട്രാ വൈൻഡിങ്സാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വിശദമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും പോകാം. അപ്പോൾ ഇത് തൽക്കാലം ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പാർട്ട് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം.